എവിടെയാണോ നാം നിന്ദിക്കപ്പെട്ടത് അവിടെ ഒരു മാന്യത തന്ന് നമ്മെ മാനിക്കുന്നൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ശ്രദ്ധയോടെ ഈ സന്ദേശം ശ്രവിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയത്തിനായി ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 31 വേദഭാഗമാണ് വായിക്കുന്നത്. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ സുപരിചിതമായൊരു തിരുവചന ഭാഗമാണ് നാം വായിച്ച് കേട്ടത്. യാക്കോബിൻ്റെ ചരിത്രത്തിൽ ജീവിതത്തിൽ മുൻപോട്ട് വരുമ്പോൾ തൻ്റെ സ്വഭവനത്തിൽ നിന്ന് താൻ യാത്ര തിരിച്ച് ലാബാൻ്റെ ഭവനത്തിലെത്തുകയും ലാബാൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ലാബാൻ്റെ പുത്രിമാരെ കാണുകയും ലാബാൻ്റെ പുത്രിമാരിൽ റാഹേലിനെ തനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനനന്തരം ലാബാനോട് കാര്യങ്ങൾ സംസാരിച്ച് ലാബാൻ അതിന് തീരുമാനമെടുത്ത അനന്തരമായി കാണുന്നത് യാക്കോബിന് റാഹേലിനെയാണ് ഇഷ്ടപ്പെട്ടത്. എന്നാൽ റാഹേലിനേക്കാൾ ഉപരിയായി ലേയയെ തനിക്ക് ഭാര്യയായി ലാബാൻ കൊടുത്തു. അതിനുശേഷവും താൻ 7 വർഷം കൂടെ റാഹേലിനു വേണ്ടി അവിടെ നിൽക്കുകയും റാഹേലിനെ തനിക്ക് ഭാര്യയായി ലഭിക്കുകയും ചെയ്തു. അതിന് മുൻപോട്ടായി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് റാഹേലിനെയാണ് യാക്കോബ് അധികം സ്നേഹിച്ചതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ലേയയുടെ കണ്ണ് മങ്ങിയതായിരുന്നെന്നും അതുകൊണ്ട് സ്തോത്രം നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്പമൊക്കെ സൗന്ദര്യക്കുറവുള്ളതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യാക്കോബിൻ്റെ കണ്ണിന് ലേയ ഒരു അനിഷ്ടയായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞ റാഹേലിൻ്റെ കണ്ണിനും ലേയ ഒരു അനിഷ്ടയായിരിക്കാം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മനുഷ്യൻ്റെ കണ്ണിന് അനിഷ്ടയെന്നും നിന്ദതയെന്നും നിന്ദയായി മാറുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ചലിക്കുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോഴാണ് അവളുടെ ഗർഭത്തെ യഹോവ തുറക്കുവാനിടയായി തീർന്നത്. അപ്പോൾ അതുവരെ ഒരു പക്ഷെങ്കിൽ യാക്കോബ് നിന്ദിച്ചിരിക്കാം, റാഹേൽ നിന്ദിച്ചിരിക്കാം, മറ്റുള്ളവരൊക്കെ നിന്ദിച്ചിരിക്കാം. പക്ഷേ ആ നിന്ദയുടെ മുകളിലും അവൾ വളരെ ഭാരപ്പെട്ട് കാണും, വേദനപ്പെട്ട് കാണും. പ്രിയപ്പെട്ടവരെ, പലരും നാം ചിന്തിക്കാത്ത വിഷയങ്ങൾ പറഞ്ഞ് നാം ആലോചിക്കാത്ത വിഷയങ്ങൾ പോലും പറഞ്ഞ് നമ്മെ നിന്ദിച്ചെന്ന് വരാം, അപമാനിച്ചെന്ന് വരാം. പക്ഷേ എന്നും നിന്ദയ്ക്കകത്ത് തുടരാനും നിന്ദ കേട്ടുകൊണ്ടിരിക്കാനും അനുവദിക്കാത്തൊരു ദൈവമുണ്ടെന്ന് നാം ആരാധിക്കുന്ന ദൈവം നമ്മുടെ നിന്ദയെ മാറ്റി മാന്യത തരുന്നൊരു ദൈവമാണെന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലേയ എന്നും നിന്ദയ്ക്കകത്തിരിക്കാൻ യഹോവ അനുവദിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ കണ്ണിന് ലേയ ഒരു നിന്ദിതയായിരിക്കാം, മറ്റുള്ളവരുടെ കണ്ണിന് ലേയ ഒരു നിന്ദിതയായിരിക്കാം. അതുകൊണ്ടാണല്ലോ അവിടെ അങ്ങനെ തന്നെ വാക്യത്തിൽ പറയുന്നത്, ലേയ അനിഷ്ടയെന്ന് കണ്ടു. അവളെ ഇഷ്ടപ്പെടാത്തവർ ചുറ്റുപാടും ഉണ്ടായിരുന്നപ്പോൾ, അവളെ ആർക്കും വലിയ താല്പര്യമില്ലാതെ ഇഷ്ടമല്ലാതിരുന്നപ്പോൾ ലാബാൻ യാക്കോബിൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണമല്ല റാഹേലിനെ മോഹിക്കുകയും ലേയെ കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതുകൊണ്ടായിരിക്കാം ഇഷ്ടമല്ലാതായിരുന്നത്. ലേയ ഇഷ്ടമല്ലാതായിരുന്നെന്ന് ലേയയ്ക്ക് മനസ്സിലായി. ഹൃദയത്തിനകത്തെ വേദന സ്വർഗത്തിലെ ദൈവം കണ്ടു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഹൃദയത്തിനകത്ത് അനുഭവിക്കുന്ന വേദനകൾ, നാം ചുമക്കുന്ന ഭാരങ്ങളെ നമ്മുടെ ചുറ്റുപാടാരും കണ്ടില്ലെങ്കിലും, നമ്മുടെ കൂടെ നിൽക്കുന്നവരാരും കണ്ടില്ലെങ്കിലും സ്തോത്രം, ദൈവം നമ്മെ കാണാതെ പോകത്തില്ല. ഇന്ന് ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരുടെ കണ്ണിന് ഒരുപക്ഷെ നാം നിന്ദിതയായി മാറിയേക്കാം, അപമാനിക്കപ്പെട്ടവരായി മാറിയേക്കാം. എന്നാൽ എവിടെയാണോ നാം അപമാനിക്കപ്പെട്ടത്, എവിടെയാണോ നാം നിന്ദിക്കപ്പെട്ടത്, അവിടെ തന്നെ വലിയൊരു മാന്യത തന്ന് ദൈവം നമ്മെ ആദരിക്കുവാനിടയായിത്തീരും. ഈ സന്ദേശം പറയുമ്പോൾ എവിടൊക്കെയോ നാം കേട്ട ചില നിന്ദകൾ, എവിടൊക്കെയോ നാം അനുഭവിച്ച ചില അപമാനങ്ങൾ
അധ്വാനങ്ങൾ അവിടെ നിന്ന് മനുഷ്യൻ്റെ കണ്ണിന് നാം അനിഷ്ടയായി മാറിയിരിക്കാം, നാം കൊള്ളരുതാത്തവരായി മാറിയിരിക്കാം. ദൈവത്തിൻ്റെ കണ്ണിന് ഇഷ്ടോത്തരം ദൈവത്തിൻ്റെ നീതി വ്യത്യസ്തമാണ്. മനുഷ്യൻ്റെ നീതിയല്ല, ദൈവത്തിൻ്റെ നീതി. നമ്മെ അനിഷ്ടയെന്ന് കണ്ടെടുത്ത് ദൈവം നമ്മെ മാന്യപാത്രമാക്കി മാറ്റും, നമ്മെ ഒരു മാന്യതയുള്ളതാക്കി മാറ്റും. അതുകൊണ്ട് ഈ മണിക്കൂറുകളിൽ നാം നിന്ദിക്കപ്പെട്ടെടുത്ത് ദൈവത്തിൻ്റെ ഒരു മാന്യത നമുക്ക് വേണ്ടി വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. നിന്ദിക്കപ്പെട്ടെടുത്ത് ആദരിക്കുന്നൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മെ തല താഴ്ത്തിയെടുത്ത് തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.